ഹായ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യവും, അതായത് എൻ്റെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ദെൻ എൻ്റെ അൺട്രാംസിൻ്റെ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അൺട്രാംസിൻ്റെ കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹായ്, അപ്പോൾ കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്ന നമ്മളുടെ സ്കിന്നിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഏത് ക്രീമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനത് പേര് പറഞ്ഞു തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളിങ്ങനെ ഡോക്ടറെ കാണിക്കാണ്ട് അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ്. എങ്കിലും ഞാനത് പറഞ്ഞു തരാം ഇത് ഏതാ ക്രീം എന്നുള്ളത്. ഹൈഡ്രോക്വിനോൺ ട്രിറ്റീൻ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഇത്. ഞാൻ വായിക്കണില്ല. ഇതാണ് നമ്മുടെ ക്രീം വരുന്നത്. ഇത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴത്തേനും ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. എനിക്ക് ഇന്ത ഏരിയയിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ വന്നു. അപ്പോൾ ഇന്ത ഏരിയയിൽ മാത്രമല്ല, ഇവിടെ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കണ്ടോ, ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു. 2 ആഴ്ച മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ആഴ്ച കൂടുതൽ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഇതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് 55+ ആണ് ഉണ്ടായിരുന്നത്. SPF 55 ആണ് ഉണ്ടായിരുന്നത്. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെ 2 സൺസ്ക്രീനാണ് നല്ലതാണ്. ഒന്ന് ഡോട്ട് ആൻഡ് ഗിയുടെയും ഒന്ന് ഡെമാക്കോൻ്റെ ഓർമ്മയില്ല, അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോഴത്തേനും എന്നിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാത്രമല്ല ഞാൻ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ സിറം യൂസ് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അതും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ആയപ്പോഴത്തേനും എനിക്ക് സ്കിൻ ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി. അപ്പം ഈ ഏരിയയിൽ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കറുപ്പ് കളർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഏരിയയിൽ നമുക്ക് എന്താ പറയുക, തൊലി പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നതാണ്. എനിക്ക് ചുണ്ടിൻ്റെ ചുറ്റും അങ്ങനെ കറുപ്പ് കളർ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഭാഗങ്ങളിൽ എനിക്ക് നല്ല ബ്ലാക്ക് കളറായി. കാരണം ഇവിടെയും എനിക്ക് തൊലി പോയി. അപ്പം തൊലി പോയപ്പോഴത്തേനും എനിക്ക് പേടിയായി. അപ്പം ഞാൻ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യലും നിർത്തി. അതേപോലെ തന്നെ നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇപ്പം നിങ്ങൾ ഇപ്പോൾ കാണുന്ന കളറല്ല, ഇപ്പം എൻ്റെ വീഡിയോയിൽ കാണുന്ന അത്രയും കളറില്ല. എനിക്ക് കുറച്ചും കൂടെ ഒരു ഷെയ്ഡ് എനിക്ക് ഡാർക്കറാണ്. ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈവനിങ്ങിൽ ആ സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കളറായിട്ട് തോന്നുന്നത്. പക്ഷേ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ച് കളർ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ പോലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങൽ വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കളർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിഗ്മെൻറ്റേഷനാണ്. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ അൺട്രാംസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ വന്നു. ഇപ്പം ഞാൻ ഈ ഒരു സംഭവം ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു തരാനുള്ളൊരു ഇതില്ല എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് പണ്ടങ്ങനെ എന്താ പറയുക, അധികം പിഗ്മെൻറ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ പിഗ്മെൻറ്റേഷനായി. ഈ സ്പ്രേ അടിക്കലൊക്കെ കൂടുതലായ കാരണം കൊണ്ടാണ് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ മുന്നേ പേളിൻ്റെ പോൺസിൻ്റെ ആണെന്ന് തോന്നുന്നു, അതോ നിവിയുടെ എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ റോളോ യൂസ് ചെയ്തായിരുന്നു. അത് യൂസ് ചെയ്തപ്പോഴത്തേനും എനിക്ക് നന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ കാലം കൊണ്ടത് നിർത്തി. പിന്നെ ഭയങ്കര പെർഫ്യൂം അടിക്കലൊക്കെ ആയി കേട്ടോ. പിന്നെ റേസർ യൂസ് ചെയ്തിട്ട് പിന്നെ എന്താ ഹെയറൊക്കെ റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ വളരെ അലസമായിട്ടായിരുന്നു എൻ്റെ എല്ലാ റൂട്ടീനും പോയിക്കൊണ്ടിരുന്നത്. സോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു 2 സംഭവം കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ഇതിലിങ്ങനെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല. ഇത് ഞാൻ എന്താ പറയുക, കുറേ സെർച്ച് ചെയ്തതിന് ശേഷം വാങ്ങിയതാണ്. യൂട്യൂബിലും അതുപോലെ തന്നെ ഇതിലും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നോക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ബോഡി വൈസിൻ്റെ പിഗ്മെൻറ്റേഷൻ റിപ്പയർ ക്രീമാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതൊരു 25 ഗ്രാം അങ്ങാണ്ടാണുള്ളത്. ഇതിവർ പറയുന്നുണ്ട് റിഡ്യൂസ് പിഗ്മെൻറ്റേഷനും ഈവൻ സ്കിൻ ടോൺ തരും, സ്കിന്നിനെ നന്നായി നെറിഷാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആകെ 3 ദിവസം ആയുള്ളൂ. ഇത് ട്വൈസ് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ എന്താ പറയുക, ഒരു 1 ടൈമേ യൂസ് ചെയ്യാനുള്ളൂ കേട്ടോ. ദെൻ പിന്നെന്താണ്, ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത്.
ഇതിനൊരു ചാത്ത സ്മെല്ലാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സംഭവമാണ്. ഞാൻ ആക്ച്വലി ഇത് വാങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നോക്കിയപ്പോഴത്തേനും എന്താ പറയുക, അതും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് റോൾ ഓൺ ആണ്, 4% AHA ആൻഡ് BHA എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെന്താ, കൺട്രോൾ ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ റെഡ്യൂസ് പിഗ്മെൻറ്റേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് 2-3-4 എന്താ പറയുക സ്മെല്ലിൻ്റെ ഒരു ഇത് അവൈലബിൾ ആണ്. ഞാൻ ഫ്ലോറൈഡ് ഉണ്ട് കേട്ടോ, ഞാൻ ഫ്ലോറൈഡ് മേടിച്ചിട്ടില്ല. ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. ഇത് എത്ര ഗ്രാമാണ്? 50 ml ആണ്. 50 ml-ന് എന്താ പറയുക ഒടുക്കത്തെ വിലയാണ് കേട്ടോ. ഇതിന് ഒരു ഫ്ലോറൽ സ്മെല്ലൊക്കെ തന്നെയാണ് കേട്ടോ. കണ്ട അതെ, സ്മെല്ല് അത്യാവശ്യം നേരം നന്നായി നിൽക്കും കേട്ടോ. ഒരു 24 hours നിൽക്കുമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനധികം വയർക്കാത്ത കാരണം കൊണ്ട് ഞാനിങ്ങനെ പുഴുകി നിൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒരു ചാതി സ്മെല്ലാണ്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേനും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 3 മാസമെങ്കിലും റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നാലും 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് അറിയാൻ പറ്റും എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്കിന്നിൻ്റെ കാര്യം, അതുപോലെ തന്നെ എൻ്റെ അൺട്രംസിൻ്റെ കാര്യം കേട്ടോ. ദെൻ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹെയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് 5 മാസം എന്തായാലും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മാസമായിട്ടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു 60 വാഷസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഹെയർ ബാക്ക് ടു നോർമലിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ബോട്ടോക്സ് ചെയ്ത സമയത്ത് ഞാൻ ആകെ എന്താ പറയുക 2 നേരം 3 നേരമൊക്കെ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഭയങ്കര ചൂട്. ഇവിടെ എല്ലാം മൊത്തത്തിൽ ചൂടാണ്. എന്നാലും എനിക്ക് തല ഇങ്ങനെ ഒത്തിരി വയർക്കുമ്പോഴത്തേനും എനിക്ക് തല കുളിക്കാണ്ടിരിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ തല വെറുതെ കഴുകുമായിരുന്നു, വെറുതെ നനയ്ക്കുമായിരുന്നു. അപ്പം എന്താ പറയുക അങ്ങനെ. അപ്പോൾ പിന്നെ എനിക്ക് വാഷസ് എത്രയെന്ന് എണ്ണാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ 60 വർഷമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ ബാക്ക് ടു നോർമൽ ഹെയറിലേക്ക് വന്നു. പക്ഷേ എനിക്ക് ബോട്ടോക്സ് ചെയ്തപ്പോൾ എനിക്കങ്ങനെ ഹെവി ഹെയർ ഫോളോ അല്ലെങ്കിൽ അങ്ങനെ മുടി ഒത്തിരി കൊഴിഞ്ഞു പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയുമല്ലോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. മേ ബി ഇവിടെ എൻ്റെ വീട്ടിൽ ക്ലോറിൻ വാട്ടറാണ്, ഇവിടെ കിണർ വെള്ളം ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഹെയർ ഒന്നും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒത്തിരി കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. പിന്നെ മുടി ബാക്ക് ടു നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. എനിക്ക് ചെയ്ത ബോട്ടോക്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മുടി ഞാൻ സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു വെറുതെ ഒന്ന് വെട്ടി, അത് മുന്നേ വെട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോറിയാലിൻ്റെ, ഒരു മിനിറ്റ് ഞാൻ അത് എടുത്തുകൊണ്ടുവരാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോറിയാലിൻ്റെ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓയിൽ, ഈ ഒരു ഈ ഒരു വേരിയൻറ്റിൽ പെട്ടിട്ടുള്ള 2 ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആയിരുന്നു. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനൊരു ഇതിൻ്റെ തന്നെ ഒരു എന്താ പറയുക ഒരു സിറയില്ലേ, ആ സിറമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യൽ കുറച്ച് കുറവാണ്, കാരണം എനിക്ക് എന്തോ ഭയങ്കര മടി. അപ്പോൾ എന്നാലും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കെയർ ചെയ്ത കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ അതുപോലെ തന്നെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഹെയറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമാണ് ബോട്ടോക്സ്. അപ്പം അതിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെ കുറേ പേരിങ്ങനെ ചോദിച്ചപ്പം മുടി വലുതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടി ബാക്ക് ടു നോർമൽ കണ്ടീഷനിലേക്ക് വന്ന കാരണം കൊണ്ട് എന്താ പറയുക ഇങ്ങനെ എൻ്റെ മുടി ചുരുള മുടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും ഓക്കെ വലുതായിട്ടുണ്ട്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും വലുതായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലുതായി എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ കെട്ടുമ്പോഴത്തേനും അറിയാൻ പറ്റും കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ 4 മാസം കൊണ്ട് ഇപ്പോൾ കുറച്ചല്ലേ വലുതാവുള്ളൂ. എൻ്റെ മുടി സ്വതവേ ഇച്ചിരി പതുക്കെ വലുതാവുള്ളൂ. അപ്പം മുടി വലുതാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, വലുതാവുമെന്നല്ല. പക്ഷെ എനിക്ക് കുറച്ച് നാൾ ഇങ്ങനെ കാത്തിരുന്ന് പിന്നെ എനിക്ക് എന്താ പറയുക എനിക്ക് ബോറടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, മുടി വെട്ടിക്കളയും. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ
വെട്ടണ്ട വളരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എനിക്ക് മുടി ഇങ്ങനെ യു കട്ട് വെട്ടാമെന്നാണ്, അല്ലെങ്കിൽ ലെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹെയറിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ, എൻ്റെ എൻട്രാംസിൻ്റെ, അതുപോലെ തന്നെ എൻ്റെ ഹെയറിൻ്റെ അപ്ഡേറ്റും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കറൻറ്റ് അപ്ഡേറ്റ്സ്, അല്ലാതെ വേറെ അപ്ഡേറ്റുകളൊന്നും തന്നെ ഇല്ല. ദെൻ ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറേ ലിപ്സ്റ്റിക്കുകളാണ് വാങ്ങി കൂട്ടിയിട്ടുള്ളത്. എന്തോ എനിക്ക് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ഇഷ്ടമായി, അത് കാരണം കൊണ്ട് ലിപ്സ്റ്റിക്ക് വാങ്ങി കൂട്ടിയേക്കാണ്. ഇപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞ കൺമഷി വാങ്ങാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ റീസെൻ്റ്ലി കുറച്ച് കൺമഷികളൊക്കെ വാങ്ങിയത്. അത് കണ്ടു എന്ന് വിചാരിക്കണു. അത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എന്താണ്, ഈ ഒരു ക്രീം വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായി അത് കാരണം കൊണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പം നമുക്കറിയില്ല, ഡോക്ടേഴ്സ് നമ്മളുടെ സ്കിന്നെ ഏതൊക്കെയാണെന്ന് നോക്കി അതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഇങ്ങനെ ഇരുന്ന് കൂക്കണ കേട്ടിട്ട് നിങ്ങൾ പോയി വാങ്ങിയിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് വരും. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വേണം മേടിക്കാനായിട്ട്. പിന്നെ എനിക്ക് കുറച്ച് സ്കിൻ ഇഷ്യൂസ് വന്നു എന്ന് പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെയാണ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 വീക്സ്, ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.